നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. പുതിയ ടെക്നോളജികൾ വരുന്നതനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ പുതിയതായി എമർജ് ചെയ്ത് വരുന്ന പല അവസരങ്ങളും നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. ഒരു 5 വർഷം മുമ്പ് ഉള്ള ടെക്നോളജി മേഖലയല്ല ഇപ്പോഴത്തെ ടെക്നോളജി മേഖല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏറ്റവും പുതിയ ഫ്രെയിം വർക്കുകൾ, ഏറ്റവും പുതിയ ആപ്ലിക്കേഷനുകൾ, ഏറ്റവും പുതിയ ERP പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ, ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിൻ്റെ ഒരു 10 മടങ്ങ് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിത് പറയാൻ കാരണം, ഒരു മികച്ച അവസരം നമ്മളുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. പക്ഷേ അതിന് ഒരു പ്രത്യേക ടെക്നോളജി നിങ്ങൾക്കറിയണം. സ്ക്രീനിൽ കാണുന്നത് പോലെ Odoo എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പർ ടൂൾ ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ Odoo അറിയാമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാൻഡിഡേറ്റ്സിനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇൻഫോപാർക്കിലെ ഒരു മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ ഈ സാഹചര്യത്തിൽ ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ Odoo എന്ന് പറയുന്ന ഒരു ഡെവലപ്പർ ടൂൾ, അത് അറിയാം എങ്കിൽ, നിങ്ങൾക്ക് അതിലൊരു 3-4 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എങ്കിൽ ഒരു മികച്ച അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ Odoo എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബേസിക് ധാരണ ഞാൻ നൽകാം. കാരണം ഇത് ഓൾറെഡി പഠിച്ചവരെ ആണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഇത് എന്താണെന്ന് അറിയുകയും ചെയ്യാം. അതറിയാതെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ഇത്തരം ടൂൾസ് പുതിയത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ Odoo ഡെവലപ്പർ ടൂൾ, അല്ലെങ്കിൽ ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ERPs എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം, അതിനെ നമുക്ക് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. അത് പല മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇ-കൊമേഴ്സ് പോലെയുള്ള, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയൊക്കെയുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വെയർഹൗസ് മാനേജ്മെൻറ്റ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ Odoo എന്ന് പറയുന്നത്. അതിന് ഒരു കോൺസെപ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ Odoo എന്ന് പറയുന്നത്. ഓൺ ഡിമാൻഡ് ഓപ്പൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അതൊരു ഓപ്പൺ സോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ലിനക്സ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പൺ സോഴ്സ് മേഖലയിലെ ഒരു സോഫ്റ്റ്വെയർ ടൂളും കൂടിയാണ് ഈ സംഭവം Odoo എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി അവസരങ്ങൾ ഉണ്ട്. അതിലൊന്ന് കൊച്ചി ഇൻഫോപാർക്കിലെ HTIC ഗ്ലോബൽ. ഈ HTIC ഗ്ലോബൽ എന്ന് പറയുന്നത് ഇൻഫോപാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് Odoo ഡെവലപ്പേഴ്സിനെയാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് Odoo മോഡ്യൂൾസ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ Odoo ഉപയോഗിച്ച് മോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു 3 വർഷം 4 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ നിങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തണിലുള്ള അറിവ് വേണം, ജാവയിലുള്ള അറിവ് വേണം, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് വേണം, HTML, പിന്നെ XML, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, jQuery. അപ്പോൾ ഇത്തരത്തിലുള്ള കൺവെൻഷനലായിട്ട് നിങ്ങളൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആണ് എങ്കിൽ, ഒരു ബേസിക് ഫ്രണ്ട് എൻഡ് ഐഡിയ ഒക്കെ ഉള്ളവരാണ് എങ്കിൽ ഈ പറഞ്ഞ jQueryയും CSSഉം HTMLഉം XMLഉം പിന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോളജ് ഉള്ളവരെ സംബന്ധിച്ച് പൈത്തൺ, ജാവ പോലെയുള്ള ജാവാസ്ക്രിപ്റ്റ് പോലുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയാം. അതിൻ്റെ കൂടെ ഈ Odooവും കൂടെ അറിയാം എങ്കിൽ, അതിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ കമ്പനി ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഊപ്സ് കോൺസെപ്റ്റ്സിലൊക്കെ നല്ല ധാരണയുള്ളവർ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിലും നല്ല ധാരണയുള്ളവരായിരിക്കണം കാൻഡിഡേറ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ കുറേ അഡീഷണൽ ക്വാളിറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അഭിലഷണീയമാണ്. അതായത് API ഇൻ്റഗ്രേഷൻ ഒക്കെ അറിയാവുന്നവർ, JSON API ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നവർ, പോസ്റ്റ് SQL പോലെയുള്ള കാര്യങ്ങളിൽ നോളജ് ഉള്ളവർ, ഗിറ്റ് പോലത്തെ ടെക്നോളജികളിൽ ഒരു അറിവുള്ളവർ, ഇവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പം ഇത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇമെയിൽ സെൻഡ് ചെയ്യാം കമ്പനിക്ക്. അതിൻ്റെ ഇമെയിൽ ഞാൻ അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടെത്തി ഒന്ന് അപേക്ഷിക്കാനായി ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇസ് നവംബർ 30th, നവംബർ 30 അപേക്ഷിക്കണം. അപ്പോൾ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി Odooവിൽ കേപ്പബിലിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊന്നും ആലോചിക്കാനില്ല, നേരെ അപ്ലൈ ചെയ്യാം. ഇനി 3 വർഷം എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് 3 വർഷമില്ല, 2 വർഷമേ ഉള്ളൂ എങ്കിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. റൈറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെയും അവർ ചിലപ്പോൾ കൺസിഡർ ചെയ്തിരിക്കും. ഇനി Odooവിലെ ഒരു നോളജും ഇല്ലാത്തവരാണെങ്കിൽ ഇത്തരം ടെക്നോളജികൾ, ഈ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇനി
ഇനിയുള്ള കാലത്ത് കമ്പനികൾ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജികൾ നോക്കിയായിരിക്കും നിങ്ങളെ ഇൻ്റർവ്യൂസിന് വിളിക്കുക. അതുകൊണ്ട് ഇത്തരം പുതിയ ടെക്നോളജികൾ പഠിച്ചെടുക്കാൻ സാധിക്കട്ടെ. ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.